അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഭാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീർ പഠിക്കുന്ന ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഇതൊരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 81-ാം അധ്യായം സൂറത്തു തക്വീറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തു തക്വീറിലെ 1 മുതൽ 9 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ വിശദീകരിച്ചത്. മക്കയിൽ അവതീർണമായ അധ്യായമാണ്. 29 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. പരലോകം, അതേപോലെ തന്നെ തൗഹീദ്, ഇതെല്ലാം ബോധ്യപ്പെടുത്താൻ മക്കയിലുള്ള മുശ്രിക്കുകളായ ആളുകൾക്ക് വേണ്ടി അവതീർണമായ, അവിടെ അവതരിച്ച അധ്യായമാണ് ഈ സൂറത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ലോകം അവസാനിക്കുന്നതിൻ്റെ മുൻപ് സംഭവിക്കുന്നതും ലോകാവസാനത്തോടനുബന്ധിച്ച് സംഭവിക്കുന്നതും അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടുപിറകെ വരുന്ന കാര്യങ്ങളുമെല്ലാം ഈ അധ്യായം ചർച്ച ചെയ്യുന്നുണ്ട്. ഇദശംസു കുവ്വിറത് വഇദൻ നുജൂമു ഇൻകദറത് വഇദൽ ജിബാലു സുയ്യിറത് വഇദൽ ഐശാറു ഉത്തിലത് വഇദൽ ബിഹാറു സുജ്ജിറത് വഇദൻ നുഫൂസു സുവ്വിജത് വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത് എന്നിങ്ങനെ പരലോകവുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയത്. ഇതിലേറ്റവും അവസാനം നമ്മൾ പറഞ്ഞത്, ജീവനോടുകൂടെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടികൾ, അവരോട് നാളെ അള്ളാഹു ചോദിക്കും, നിങ്ങളെ എന്തിനാണ് കുഴിച്ചു മൂടിയത്? എന്ത് പാപം ചെയ്തിട്ടാണ്? നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തതിൻ്റെ പേരിലാണ് നിങ്ങളെ കുഴിച്ചു മൂടിയത്? അപ്പോൾ ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആ വലിയ തിന്മയെക്കുറിച്ച്, അത് ചെയ്ത ആളുകളെക്കുറിച്ച്, ആ തിന്മകളിൽ നിന്ന് അകന്നു നിന്ന ആളുകളെക്കുറിച്ചെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഇനി നമ്മൾ 10-ാമത്തെ ആയത്ത് പഠിക്കാൻ തുടങ്ങുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു പറയുന്നത്, വഇദസ് സുഹുഫു നുശിറത്. വഇദസ് സുഹുഫു നുശിറത്. യഥാർത്ഥത്തിൽ വഇദസ് സുഹുഫു, സുഹ്ഫ് എന്ന് പറഞ്ഞാൽ ഏടുകൾ, പേജ് എന്നൊക്കെയാണ് അർത്ഥം. വഇദസ് സുഹുഫു, ഏടുകളാകുമ്പോൾ, നുശിറത്, അവ വിരുത്തപ്പെടുമ്പോൾ, ഏടുകൾ അത് വിടർത്തുക, വിരുത്തപ്പെടുമ്പോൾ, വഇദസ് സുഹുഫു നുശിറത്, ഏടുകൾ അത് തുറന്ന് വിരുത്തപ്പെടുകയും ചെയ്യുമ്പോൾ. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് വിശദീകരിക്കേണ്ട ആവശ്യം പോലുമില്ല. ഏതാണ് ഈ ഏടുകൾ? മനുഷ്യൻ്റെ കർമ്മരേഖയാണ്. സുഹഫ് എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് മനുഷ്യർ ചെയ്ത പ്രവർത്തനങ്ങളാണ്, അവരുടെ കർമ്മങ്ങളുടെ രേഖയാണ്. ആ കർമ്മങ്ങളുടെ രേഖ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്ന് പരിശോധിക്കും. മഹാനായ അദ്ദഹാഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഉഅ്തിയ കുല്ലു ഇൻസാനിൻ സഹീഫതഹു ബിയമീനിഹി ഔ ബിശിമാലിഹി. എല്ലാ മനുഷ്യന്മാർക്കും, മനുഷ്യനായി ആരൊക്കെ പറഞ്ഞു, അവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ഒന്നുകിൽ അവരുടെ വലത് കൈയിലോ അല്ലെങ്കിൽ ഇടത് കൈയിലോ ഗ്രന്ഥം കൊടുക്കും, അവരുടെ ഏടുകൾ കൊടുക്കും.
അവരുടെ ഗ്രന്ഥം കൊടുക്കും. അവർ ചെയ്തു വെച്ച അവർ പ്രവർത്തിച്ച കർമ്മങ്ങളുടെ കർമ്മരേഖ അവർക്ക് കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൂബ ലിമൻ വജദ ഫീ സഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറ. ചില ആളുകൾക്ക് മംഗളാശംസകൾ, ചില ആളുകൾക്ക് മംഗളാശംസകൾ. ആർക്കാണത്? അവരുടെ ഏടുകളിൽ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിച്ച ആളുകൾ. ആരാണോ അള്ളാഹുവിനോട് കൂടുതൽ തവണ അസ്തഗഫിറുല്ലാ അസ്തഗഫിറുല്ലാ എന്ന് പറഞ്ഞ ആളുകൾ, അവർക്ക് മംഗളാശംസകൾ. കാരണം എന്താ? അവരുടെ ഏടുകളിൽ എന്തുണ്ട്? ഇസ്തിഗ്ഫാറുണ്ട്, പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള തേട്ടമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വിജയിക്കാൻ സാധിക്കുമെന്നാണ്. അപ്പോൾ ഏടുകളുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണത്. അതേപോലെ തന്നെ മറ്റൊരു ഹദീത്തിൽ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, പിന്നെ മനുഷ്യൻ ആരെയും ഓർക്കാത്ത 3 സ്ഥലങ്ങളുണ്ട്. ആരെയും ഓർക്കാത്ത, എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്ന, കരയുന്ന 3 സമയങ്ങളുണ്ട് എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. നരകത്തെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ ചിന്തിച്ച് കരഞ്ഞു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുന്നത്, നിന്നെ കരയിപ്പിക്കുന്നത് എന്താണ്? അപ്പം അവർ പറഞ്ഞു, ഞാൻ നരകത്തെക്കുറിച്ച് ഓർത്ത് കരഞ്ഞതാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ആയിഷമ്മ പറഞ്ഞു, അന്ത്യനാളിൽ അങ്ങയുടെ കുടുംബത്തെ ഓർക്കുമോ? നബിനോട് ആയിഷമ്മൻ്റെ ചോദ്യം, അങ്ങയുടെ കുടുംബത്തെ ഓർക്കുമോ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെയും ഓർക്കാത്ത 3 സ്ഥലങ്ങളുണ്ട്. ആരെയും ഓർക്കൂല. അങ്ങനത്തെ 3 സ്ഥലങ്ങളുണ്ട്. ഏതൊക്കെയാണത്? അതിലൊന്ന്, തുലാസിൻ്റെ അടുക്കൽ വെച്ച്, മീസാനിൻ്റെ സമീപത്ത് വെച്ച് കനം കുറഞ്ഞതോ കൂടിയതോ എന്ന് അറിയുന്നത് വരെ. നമ്മുടെ കർമ്മങ്ങൾ തൂക്കുമ്പോൾ ആ തൂക്കുന്ന സമയത്ത് അത് കനം തൂങ്ങിയതാണോ, നമ്മൾ അസ്ഹാബുൽ യമീനായി മാറുമോ അതോ അസ്ഹാബു ഷിമാലായി മാറുമോ, വലതുവശത്തിൻ്റെ ആൾക്കാരാകോ ഇടതുവശത്തിൻ്റെ ആൾക്കാരാകോ, രക്ഷപ്പെടുന്ന ആളുകളാകോ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുന്നവരാണ്, ഇതൊന്നും അറിയാതെ ആ അറിയുന്ന സമയമുണ്ടല്ലോ, അതിൻ്റെ ആ സമയമുണ്ടല്ലോ, ആ ഒരു നേരം വരെ, അതറിയുന്നത് വരെ എന്ത് ചെയ്യില്ല, ആരും ഓർക്കൂല പരലോകത്ത് വെച്ച്. അതിനാർക്കും കഴിയുകയില്ല. അതേപോലെ തന്നെ ഗ്രന്ഥം നൽകുന്ന വേള, ഗ്രന്ഥം ലഭിക്കുന്ന സന്ദർഭം, ആ ഗ്രന്ഥം ലഭിക്കുന്ന സന്ദർഭത്തിൽ ഇതാ എൻ്റെ ഗ്രന്ഥം വായിച്ചു നോക്കൂ, ഇഖ്റ കിതാബക്, നീ നിൻ്റെ ഗ്രന്ഥം വായിച്ചു നോക്കൂ എന്ന് പറയും അല്ലേ. ഇത് തന്നെ മതി, മനുഷ്യന് ഇത് തന്നെ മതിയാകും. അപ്പം ചില ആൾക്കാർ പറയുന്നത്, ഇന്നി ലനൻതു അന്നി മുലാഖിൻ ഹിസാബിയ. ഗ്രന്ഥം ലഭിക്കുമ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ മറ്റുള്ള ആൾക്കാരോട് പറയും, ദാ എൻ്റെ ഈ പുസ്തകം നോക്കൂ, എൻ്റെ ഈ രേഖയൊന്ന് നോക്കൂ. കാരണം അവർ രക്ഷപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അവർ പറയുന്നത്, അവർ രക്ഷപ്പെടാനുള്ള കാരണം എന്താ? ദുനിയാവിൽ അവർ ജീവിച്ചപ്പോൾ അവരിങ്ങനെ എന്തൊരു കാര്യം ചെയ്യുമ്പോൾ അവർ ആലോചിച്ചു, വിചാരണ ഉണ്ട്, കർമ്മങ്ങൾ എഴുതി വെക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ആ കർമ്മരേഖ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു നോക്കും. 3-ാമത്തെ രംഗേതാ? നരകത്തിന് മുകളിൽ സിറാത്ത് പാലുണ്ട് അല്ലേ. ആ സിറാത്ത് പാലത്തിൻ്റെ അടുത്ത് വെച്ച് ആരെയും ഓർക്കൂല. ആ സിറാത്ത് പാലാണ് കഴിയണം. അപ്പം മനുഷ്യൻ ആരെയും ഓർക്കാത്ത 3 സ്ഥലങ്ങളാണിത്. ഒന്ന്, ഗ്രന്ഥം ലഭിക്കുമ്പോൾ സിറാത്ത് പാലത്തിൻ്റെ സമീപത്ത്, മീസാനിൻ്റെ സമീപത്ത് വെച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മുടെ വിഷയം എന്താ? ഗ്രന്ഥമാണ്, സുഹ്ഫയാണ്, ഏടുകളാണ്. ആ ഏടുകൾ നമുക്ക് നാളെ പരലോകത്ത് ലഭിക്കുമെന്ന് നമ്മൾ പഠിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു പറയാണ്, വഇദ സുഹ്ഫു നുശിറത്, ഏടുകൾ അത് തുറന്ന് വിരുത്തപ്പെടുകയും ചെയ്യുമ്പോൾ. പിന്നെ അള്ളാഹു പറഞ്ഞു, വഇദ സ്സമാഉ കുശിതത്, വഇദ സ്സമാഉ കുശിതത്. സമാ എന്താ നമുക്കറിയാം, ആകാശമാണ്. കുശിതത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ ഈ മൃഗങ്ങളുടെയൊക്കെ തോല് ഉരിച്ച് കളയാലോ, പാടിൻ്റെയൊക്കെ തോല് ഉരിച്ച് കളയാം, അതിനാണ് കുശിതത്ത് എന്ന് പറയാം. ആകാശം ഉരിച്ചു മറ നീക്കപ്പെടുകയും ചെയ്യുമ്പോൾ, ആകാശം ഉരിച്ചു മറ നീക്കപ്പെടുകയും ചെയ്യുമ്പോൾ, മൃഗങ്ങളുടെ ഉരിക്കുന്നത് പോലെ ആകാശത്തിൻ്റെ മറകളെല്ലാം നീക്കി അവന്ത് ചെയ്യും, നഗ്നമാക്കി വെളിവാക്കപ്പെടും. നമുക്കറിയില്ല ആകാശത്ത് എന്തൊക്കെയുള്ളത്, അതിൻ്റെ എല്ലാം ഊരിക്കളയും, എല്ലാം തകരും. അത് ലോകം അവസാനിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യമാണ്. വഇദൽ ജഹീമു സുഇറത്, ജ്വലിക്കുന്ന അഗ്നി ആളി കത്തിക്കപ്പെടുകയും ചെയ്യുമ്പോൾ, നരകമാണ്. വഇദൽ ജഹീമു, ജ്വലിക്കുന്ന അഗ്നി അഥവാ നരകം ആകുമ്പോൾ, എന്താകുമ്പോൾ? സുഇറത്. സുഇറത്ത് എന്ന് പറഞ്ഞാൽ അത് ആളി കത്തിക്കപ്പെടുമ്പോൾ. നരകം കുറേ കാലമായി കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നരകം കത്തുന്നുണ്ട്, നരകം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഉഇദ്ദത്ത് ലിൽ കാഫിരീൻ, കാഫിറുകളായ ആളുകൾക്ക് വേണ്ടി നരകം തയ്യാറാക്കപ്പെട്ടതാണ്. നരകമുണ്ട് ഇപ്പം നിലവിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീത്തുകളിൽ നിന്ന് അത് പഠിക്കാൻ പറ്റും. എന്നാൽ അന്നത്തെ ദിവസം അഥവാ ലോകം അവസാനിക്കുന്ന ആ സമയത്ത് പരലോകത്തെന്തിയും നരകം പ്രത്യേകമായി ആളി കത്തിക്കപ്പെടും.
നരകം പ്രത്യേകമായി ആളി കത്തിക്കപ്പെടും. വഇദൽ ജഹീമു സുഇറത് വഇദൽ ജന്നതു ഉസ്ലിഫത്. വഇദൽ ജന്ന, ജന്ന എന്ന് പറഞ്ഞത് സ്വർഗമാണ്. വഇദൽ ജന്ന, സ്വർഗമാകുമ്പോൾ, ഉസ്ലിഫത്, അത് അടുപ്പിക്കപ്പെടുമ്പോൾ, നരകമാളി കത്തിക്കപ്പെടുമ്പോൾ, സ്വർഗം അടുപ്പിക്കപ്പെടുമ്പോൾ, മഹാന്മാരായ പണ്ഡിതന്മാരെ പറഞ്ഞു, ഐ ഖറുബത് ഇല അഹ്ലിഹാ, സ്വർഗം ചെയ്യും അതിൻ്റെ ആളുകളിലേക്ക്, സ്വർഗാവകാശികളായ ആളുകളിലേക്ക് ആ സ്വർഗം അടുപ്പിക്കപ്പെടും. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് പണ്ഡിതന്മാരെ പറഞ്ഞു. വഉസ്ലിഫത്തിൽ ജന്നതു ലിൽ മുത്തഖീൻ വബുർരിസത്തിൽ ജഹീമു ലിൽ ഗാവീൻ, സ്വർഗം ഭയഭക്തന്മാരിലേക്ക് അടുപ്പിക്കപ്പെടും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞാണ്. ജ്വലിക്കുന്ന നരകം ദുർമാർഗികളിലേക്ക് വെളിവാക്കപ്പെടുകയും ചെയ്യും. പരലോകത്ത് വെച്ച് നടക്കുന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ശുഅറായിലെ 90-ാമത്തെയും 91-ാമത്തെയും ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ പരലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുമായി ബന്ധപ്പെട്ട ഓർമ്മപ്പെടുത്തലുകളാണ് നടത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബികളുടെ കൂടെ ഇരിക്കും, ഒന്ന് മുന്നോട്ടാഞ്ഞു എന്നാണ്. അപ്പോൾ സ്വഹാബികൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നബി പറഞ്ഞെന്താ, ഒരു സ്വർഗത്തിലെ ഒരു മുന്തിരിക്കുല അതിങ്ങനെ എന്നിലേക്ക് അടുപ്പിക്കപ്പെട്ടു, അപ്പോൾ അത് കിട്ടാൻ വേണ്ടി ആഞ്ഞതാണ്. പക്ഷെ അതെനിക്ക് ലഭിച്ചില്ല. അതെങ്ങാനും ലഭിച്ചിരുന്നുവെങ്കിൽ ഈ ലോകത്തുള്ള സകല ആളുകൾക്കും അത് മതിയാകുമായിരുന്ന, അത് സ്വർഗത്തിലുള്ളതാണ്. ആ സ്വർഗത്തും നമ്മളിലേക്ക് അടുപ്പിക്കപ്പെടുന്നതാണ്. അള്ളാഹു ആ അടുപ്പിക്കപ്പെടുന്ന സ്വർഗത്തിലേക്ക് അടുക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. 14-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, അലിമത്ത് നഫ്സുൻ മാ അഹ്ളറത്, അലിമത്ത് നഫ്സുൻ മാ അഹ്ളറത്. അപ്പോൾ ഓരോ ആളും, ഓരോ മനുഷ്യന്മാരും അവരെന്ത് ചെയ്യും, തയ്യാറാക്കി കൊണ്ടുവന്നത് എന്താണെന്ന് അറിയുന്നതാണ്. അലിമത്ത് അറിയും, അലിമ അറിഞ്ഞു, അലിമത്ത് അറിയും. നഫ്സുൻ ആത്മാവ്, മനുഷ്യന്മാര് അല്ലേ, മാ അഹ്ളറത് അതെന്താണ് ഹാജരാക്കിയത് എന്ന്. ഓരോ ആൾക്കാരും എന്താ ചെയ്തത്, എന്താ അവർ ചെയ്തത്, എന്താ അവർ പ്രവർത്തിച്ചത്, അതെന്ത് ചെയ്യും, അത് ആരറിയും, അത് ഓരോ ആളുകളും അറിയും. ഇപ്പം ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് അവിടുന്ന് അറിയും, നാളെ പരലോകത്ത് നിന്ന് അറിയും. ഞാൻ എന്തൊക്കെ ചെയ്തു, സ്വകാര്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, അതേപോലെ തന്നെ ഒറ്റയ്ക്ക് ചെയ്തത്, കൂട്ടമായി ചെയ്തത്, വഞ്ചിക്കുന്ന ആൾക്കാരുണ്ട്, എന്തൊക്കെ തോന്നിവാസങ്ങൾ, എന്തൊക്കെ തിന്മകൾ, എന്തൊക്കെ നന്മകൾ. ഫമയ്യഅ്മൽ മിത്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമയ്യഅ്മൽ മിത്ഖാല ദർറത്തിൻ ശർറൻ യറ. ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ ആ നന്മയെ അവൻ കാണുന്നതാണ്. ഒരു അണുമണി തൂക്കം തിന്മയാണോ ചെയ്യുന്നത്, ആ തിന്മയെ അവൻ കണ്ടെത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചവ കാണാൻ പറ്റും. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ളറ വമാ അമിലത് മിൻ സൂഇൻ തബദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആലു ഇമ്രാനിലെ 30-ാമത്തെ ആയത്താണ്. നന്മയായും തിന്മയായും താൻ പ്രവർത്തിച്ച ഓരോ കാര്യവും തൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടതായി ഓരോ വ്യക്തിയും കണ്ടെത്തുന്ന ദിവസം. ആ ദിവസം തങ്ങൾ ഓർക്കണം എന്നാണ് മനസ്സിലായി. അങ്ങനത്തെ ദിവസം നമുക്ക് വരും. നമ്മൾ ചെയ്ത എല്ലാം ഹാജരാക്കപ്പെടും, എല്ലാം ഹാജരാക്കപ്പെടും. അത് അല്ലാഹു പറയുന്നത്. നമ്മൾ ഗൗരവത്തിൽ പഠിക്കേണ്ട ആയത്താണ് ഇതൊക്കെ. എത്രയോ മനുഷ്യന്മാർ പേടിയില്ലാതെയാണ് ജീവിതം. സഹോദരങ്ങളെ, സഹോദരികളെ, പലപ്പോഴും തെറ്റുകൾ ചെയ്യുമ്പോൾ, പാപങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് പാപങ്ങൾ ചെയ്യുന്നു, എന്തുകൊണ്ട് നമ്മൾ തെറ്റുകൾ ചെയ്യുന്നു, നമുക്ക് ഓർമ്മല്ല. ഇതൊക്കെ നാളെ കൊണ്ടുവരും, ഇതൊക്കെ നാളെ ഹാജരാക്കപ്പെടും അല്ലേ. ഒരു സ്ഥലത്ത് നിങ്ങൾ CCTVയുടെ നിരീക്ഷണത്തിലാണ് എന്നൊരു ബോർഡ് കണ്ടാൽ അവിടെ വെച്ച് ആൾക്കാർ തെറ്റ് ചെയ്യോ? അവിടെ വെച്ച് ആളുകൾ എന്തെങ്കിലും തോന്നിയാസം കാണിക്കുമോ? ഇല്ലല്ലോ. ചില ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കണ കാണാം, അവിടെ വല്ല CCTV ഉണ്ടോ പരിശോധിക്കും അല്ലേ. എത്രയോ രംഗങ്ങൾ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ സദാസമയവും തുറന്നു വെച്ച കണ്ണുമായിരിക്കുന്ന നമ്മുടെ റബ്ബ്, ആ റബ്ബ് നിശ്ചയിച്ച മലക്കുകൾ, ഇവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. ഇവരെ മറച്ചു വെച്ച് എന്ത് തെറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുക, എന്ത് തിന്മയാണ് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുക? അപ്പോൾ ഈ ബോധം നമുക്ക് ഉണ്ടാവണം, ഈ ചിന്ത നമുക്ക് ഉണ്ടാകണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അലിമത്ത് നഫ്സുൻ മാ അഹ്ളറത്. വല്ലാത്തൊരായത്താണത്. അലിമത്ത് നഫ്സുൻ, ഓരോ ആത്മാവുകളും അവൻ തയ്യാറാക്കി കൊണ്ടുവന്നത് എന്താണെന്ന് അവൻ അന്നത്തെ ദിവസം എന്ത് ചെയ്യും, അവൻ അറിയുമെന്നാണ്. യുനബ്ബഉൽ ഇൻസാനു യൗമഇദിൻ ബിമാ ഖദ്ദമ വഅഖർ. അല്ലാഹു പറഞ്ഞു സൂറത്തുൽ ഖിയാമയിലെ 13-ാമത്തെ ആയത്ത്. അന്നേ ദിവസം മനുഷ്യൻ മുൻകൂട്ടി ചെയ്തതിനെ പറ്റിയും നീട്ടിവെച്ചതിനെ പറ്റിയും അവൻ വിവരമറിയിക്കപ്പെടും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിന് സമാനമായ ഖദ്ദമത്തും അഖറത്തും എന്താണ് എന്നൊക്കെ നമ്മൾ വിശദീകരിച്ചതാണ്. അപ്പോൾ നമ്മളെ പ്രവർത്തികൾ, നമ്മൾ ചെയ്തതൊക്കെ നമ്മൾ കാണും. നമ്മൾ ചെയ്തതൊക്കെ നമ്മളെല്ലാവരും കണ്ടെത്തുന്ന ദിവസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ വസയുകല്ലിമുഹു അല്ലാഹു മാ ബൈനഹു വബൈനഹു തർജുമാൻ ഫയൻദുറു അയ്മന മിൻഹു
ഫലാ യറ ഇല്ലാ മാ ഖദ്ദമഹു വയൻദുറു അശ്അമ മിൻഹു ഫലാ യറ ഇല്ലാ മാ ഖദ്ദമ ബൈന യദൈഹി എന്ന് പറഞ്ഞു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. നാളെ പരലോകത്ത് നമ്മൾക്ക് പരിഭാഷകന് തർജ്ജമൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. നമ്മൾ ചെയ്തത് എന്ത് നമ്മൾ നമ്മുടെ വലതുവശത്ത് കാണും, നമ്മുടെ ഇടതുവശത്തും നമ്മൾ കാണും. നന്മയും തിന്മയും ഒക്കെ നമ്മൾ കണ്ടെത്തുന്ന രംഗമുണ്ട്. അതുകൊണ്ടാണ് നബി പറഞ്ഞത് ഫമനിസ്തതഅ മിൻകും അയ്യത്തഖിയന്നാർ വലൗ ബിശിഖ്ഖി തംറത്തിൻ ഫൽയഫ്അൽ. ഒരു കാരക്കൻ്റെ ചീള് കൊണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നരകത്തെ തൊട്ട് നിങ്ങളുടെ ശരീരത്തെ രക്ഷിച്ചോളിന്ന. വല്ലാത്തൊരു അധ്യാപനമാണ് ഇതൊക്കെ. ഒരു കാരക്കയുടെ ചീള് സ്വതക്കയായി കൊടുത്തിട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് രക്ഷിക്കണം. അതാണുള്ളത് എങ്കിൽ അത് കൊടുക്കുക. അത്രമാത്രം ഭീകരമാണ് നരകം എന്ന് പറഞ്ഞാൽ, നാളെ അള്ളാഹുവിൻ്റെ വിചാരണ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഈ ആയത്തുകൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. അപ്പോൾ നോക്കൂ, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകം അവസാനിക്കണ സമയത്ത് സംഭവിക്കുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞു. ലോകം അവസാനിച്ചതിന് ശേഷമുള്ള ചില കാര്യങ്ങളും പറഞ്ഞു, അല്ലേ? ഇതൊക്കെ ലോകം അവസാനിച്ചതിന് ശേഷം നടക്കുന്ന കാര്യങ്ങളാണ്. അലിമത്തിന് നമ്മൾ അറിയപ്പെടാം ലോകം അവസാനിച്ചതിന് ശേഷം. സ്വർഗം മടുപ്പിക്കപ്പെടുക, അതേപോലെ തന്നെ നരകം പിന്നെ അത് ആളി കത്തിക്കുക, ഇതൊക്കെ ലോകം അവസാനിച്ചതിന് ശേഷം നടക്കുന്ന കാര്യമാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ തന്നെ 15-ാമത്തെ ആയത്ത് മുതൽ ചില സത്യങ്ങൾ പറയാണ്, ചില സത്യങ്ങൾ ചെയ്യാണ്. എന്താ അല്ലാഹു പറയുന്നത്? ഫല ഉഖ്സിമു ബിൽ ഖുന്നസ്, ഫല ഉഖ്സിമു ബിൽ ഖുന്നസ്. യഥാർത്ഥത്തിൽ ഇവിടെ ഈ ഖുന്നസ് എന്ന പദം ഒരുപാട് വിശദീകരിക്കേണ്ട പദമാണ്. പക്ഷേ നമ്മൾ സൂറത്തു നാസ് പഠിച്ചതുകൊണ്ട് തന്നെ ഈ ഖന്നാസ്, അല്ലേ, ഖന്നാസ് എന്ന പദം നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്. ദുർമന്ത്രണം നടത്തി പിന്മാറിക്കളയുന്ന പിശാച്. ഫല ഉഖ്സിമു, ഫല ഉഖ്സിമു എന്ത് ചെയ്യുന്നു? എന്നാൽ ഞാൻ സത്യം ചെയ്തു പറയുന്നു. ബിൽ ഖുന്നസ്, പിന്മാറി മടങ്ങിപ്പോകുന്നവ കൊണ്ട്, പിന്മാറി മടങ്ങിപ്പോകുന്നവ കൊണ്ട്. അൽ ജവാരിൽ കുന്നസ്, അൽ ജവാരിൽ കുന്നസ്, അതായത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവ, അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നവ. അൽ ജവാരി നടക്കുന്നവ, സഞ്ചരിക്കുന്നവ. അൽ കുന്നസ് മറഞ്ഞു പോകുന്നവ, അപ്രത്യക്ഷമായവ. ഇവിടെ യഥാർത്ഥത്തിൽ പിശാചുമായി ബന്ധപ്പെട്ട വിഷയമല്ല. ഫി ഹുന്നസ് ഖന്നാസ് എന്നൊക്കെ പറഞ്ഞാൽ ദുർമന്ത്രണം നടത്തി പിന്മാറുന്നതിന് അർത്ഥമുണ്ട്. എന്നാൽ എന്താണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്? ഇവിടെ അള്ളാഹു നക്ഷത്രങ്ങളെ കൊണ്ട് സത്യം ചെയ്യാണ്, നക്ഷത്രങ്ങളെ കൊണ്ടാണ്. എന്താ അള്ളാഹുവിൻ്റെ ഫല ഉഖ്സിമു ബിൽ ഖുന്നസ് അൽ ജവാരിൽ കുന്നസ്. നക്ഷത്രങ്ങളെ പിടിച്ച് അള്ളാഹു സത്യം ചെയ്യുക. എന്താ പറയുന്നത്? രാത്രി നക്ഷത്രങ്ങൾ പ്രത്യക്ഷപ്പെടുകയും പകൽ അപ്രത്യക്ഷമാവുകയും ചെയ്യും. എന്താ അള്ളാഹു പറയുന്നത്? എന്നാൽ പിൻവാങ്ങി പോകുന്നവ കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു. പിൻവാങ്ങിപ്പോകുക അതാര? നക്ഷത്രങ്ങളാണ്, അല്ലേ? അതായത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവ, അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നവ. നക്ഷത്രങ്ങൾ എന്ത് ചെയ്യും? രാത്രി നമുക്ക് കാണാൻ പറ്റും. ആകാശത്തിന് അലങ്കാരമായി നക്ഷത്രങ്ങളെ കാണാൻ പറ്റും. ആ നക്ഷത്രങ്ങൾ പകലിൽ നമ്മൾ കാണുന്നില്ല. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല ആ നക്ഷത്രങ്ങളെ പിടിച്ചെന്ത് ചെയ്യാണ്? സത്യം ചെയ്തു പറയാണ്. അതേപോലെ തന്നെ വല്ലൈലി ഇദാ അസ്ഹസ്, വല്ലൈലി ഇദാ അസ്അസ്, രാത്രി ഇരുട്ടുമായി മുന്നോട്ട് അല്ലെങ്കിൽ പിന്നോട്ട് ഗമിക്കുമ്പോൾ അതുകൊണ്ടും സത്യം ചെയ്തു പറയുന്നു. വല്ലൈലി, ലൈലി രാത്രിയാണ്. ഇത് അസ്അസ്, അസ്അസ് എന്ന് പറഞ്ഞ രണ്ടർത്ഥമുണ്ട്. അതിന് പണ്ഡിതന്മാർ പറയാം, രണ്ടർത്ഥമുണ്ട്. വിപരീത അർത്ഥങ്ങളാണ്. ഒന്നെങ്കിൽ മുമ്പോട്ട് വരിക, അല്ലെങ്കിൽ പിമ്പോട്ട് വരിക, എന്ത് പറഞ്ഞാലും പ്രശ്നമല്ല. എന്നാൽ ഇവിടെ ആയത്തിൽ എന്താ? രാത്രി അത് ഇരുട്ടുമായി മുന്നോട്ട് അല്ലെങ്കിൽ പിന്നോട്ട് ഗമിക്കുമ്പോൾ. അപ്പോൾ രാത്രിയെ പിടിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്? സത്യം ചെയ്യാണ്. മനസ്സിലായില്ലേ? വസ്സുബ്ഹി ഇദാ തനഫസ്, വസ്സുബ്ഹി ഇദാ തനഫസ്, പ്രഭാതം വികസിച്ച് വെളിച്ചം വീശി വരുമ്പോൾ അതുകൊണ്ടും സത്യം ചെയ്ത് പറയുന്നു. കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. സുബഹ് എന്താണ്? പ്രഭാതമാണ്. തനഫസ്, നഫ്സ് ആത്മാവാണ്, നിശ്വാസം, അല്ലേ? വസ്സുബ്ഹി ഇദാ തനഫസ്, പ്രഭാതം വികസിച്ച് വെളിച്ചം വീശി വരുമ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? സത്യം ചെയ്ത് പറയുന്നു. പ്രഭാതം കൊണ്ട് അള്ളാഹു സത്യം ചെയ്യാണ്. പ്രഭാതത്തിൻ്റെ വിശേഷതയായി പ്രസ്താവിച്ചെന്താ? തനഫുസ് എന്ന വാക്കിന് ആശ്വസിച്ചു, ശ്വസിച്ചു, വികസിച്ചു, വെളിപ്പെട്ടു എന്നൊക്കെ സന്ദർഭത്തിനനുസരിച്ച് നമുക്ക് അർത്ഥം പറയാൻ പറ്റും. പ്രഭാതം അതിൻ്റെ വെളിച്ചം പരത്തിക്കൊണ്ട് വെളിപ്പെട്ട് വ്യാപിക്കുന്ന അവസ്ഥയാണ് ഈ അധ്യായത്തിലെ ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ പ്രഭാത സമയത്തെ പിടിച്ചെന്ത് ചെയ്തു? അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു മറ്റൊരു വിഷയം പറയാം. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. ഒരായത്തുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. ഇന്നഹു, നിശ്ചയമായും അത്
ലഖൗലു വാക്കു തന്നെയാണ്, റസൂലിൻ കരീം മാന്യമായ ഒരു ദൂതൻ്റെ, മാന്യമായ ഒരു ദൂതൻ്റെ. ഇപ്പം നമ്മൾ ഈ ആയത്ത്, ഈ സൂറത്ത് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകണം, ഇത് മക്കയിലെ മുശ്രിക്കുകൾക്ക് ഇടയിലേക്ക് അവതീർണമായൊരു സൂറത്താണ്. എന്തിനാ ഇറങ്ങിയത്? അവരെ പരലോകം ബോധ്യപ്പെടുത്താനാണ്, അവരെ ദീന് മനസ്സിലാക്കി കൊടുക്കാനാണ്. അപ്പം അള്ളാഹു എന്ത് ചെയ്തു? ലോകം അവസാനിക്കുന്ന ആ ദിവസങ്ങളിൽ സംഭവിക്കുന്ന കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. പിന്നെ അള്ളാഹു എന്ത് പറഞ്ഞു? ലോകാവസാനത്തിന് ശേഷമുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു. ഇതവരാരും കണ്ടിട്ടൊന്നുമില്ല, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് അവരുടെ രീതി എന്താ? ഇതൊക്കെ പറഞ്ഞാൽ അവർ സ്വീകരിക്കൂല, അവർ തള്ളിക്കളയും, അല്ലേ? അവർക്കറിയാവുന്ന ചില പ്രാപഞ്ചിക സത്യങ്ങളെ, പ്രാപഞ്ചികമായ വിഷയങ്ങളെ പിടിച്ചുകൊണ്ട് അള്ളാഹു സത്യം ചെയ്തു പറയാണ്. രാത്രി അത് മുന്നോട്ട് ഗമിക്കുമ്പോൾ, അതേപോലെ തന്നെ നക്ഷത്രങ്ങൾ, അതേപോലെ തന്നെ പിന്നെ രാവിലെ പ്രഭാതം വരേണ്ട സമയം, ഇങ്ങനെ അവർക്കറിയാവുന്ന ചില കാര്യങ്ങളെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയാണ്. എന്താ പറയുന്ന വാചകം എന്തറിയോ? ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, നിശ്ചയമായും ഇത്, ഈ ഖുർആൻ മാന്യനായ ഒരു ദൂതൻ്റെ വാക്കാകുന്നു, മാന്യനായ ഒരു ദൂതൻ്റെ വാക്കാകുന്നു. ذي قوة عند ذي العرش مكين, ذي قوة عند ذي العرش مكين. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കണം? നമുക്ക് പറയാം. അതെ, ശക്തിമാനായുള്ളവൻ, അർഷിൻ്റെ സിംഹാസനത്തിൻ്റെ ഉടമസ്ഥൻ്റെ അടുക്കൽ സ്ഥാനമുള്ളവൻ. ذي قوة, ശക്തിമാനായ, ഖുവത്തുള്ള, عند ذي العرش, അർഷിൻ്റെ ഉടമസ്ഥൻ്റെ അടുക്കൽ. മക്കീൻ, സ്ഥാനിയായ ആൾ. അതേപോലെ തന്നെ മുതാഇൻ സമ്മ അമീൻ, മുതാഇൻ അനുസരിക്കപ്പെട്ടവൻ, ഇതാഅത്ത് അനുസരണമാണ്. മുതാഇൻ അനുസരിക്കപ്പെട്ടവൻ, സമ്മ അവിടെ അനുസരിക്കപ്പെട്ടവൻ, അമീൻ വിശ്വസ്തൻ. എന്താണ് ഈ മൂന്നായത്തിൽ അള്ളാഹു പറയുന്നത്? അപ്പം ഞാൻ പറഞ്ഞതറിയോ, വിശുദ്ധ ഖുർആനിനെ അവർ അംഗീകരിക്കുന്നില്ല. ഖുർആൻ എന്താണ്? അതൊരു അസാത്തീറുൽ അവ്വലീനാണ്, മുൻഗാമികളുടെ പുരാണങ്ങളുടെ വർത്തമാനമാണ് എന്ന് അവർ പരിഹസിച്ചു. നമ്മൾ സൂറത്ത് മുത്തഫിഫീൻ പറഞ്ഞപ്പോൾ നമ്മളിത് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഖുർആനൊരു കെട്ടുകഥയാണ്, ജാലവിദ്യക്കാർ, ഇങ്ങനെ പല രീതിയിലാണ് അവർ ഖുർആനെ എതിരേറ്റത്. എന്ന് അള്ളാഹ് പറയാണ്, ഖുർആൻ എന്താണ്? ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, ഇത് നിശ്ചയമായും മാന്യനായ ഒരു ദൂതൻ്റെ വാക്കാകുന്നു. ഇതാരെയാണ് ഉദ്ദേശിക്കുന്നത്? മുഹമ്മദ് നബിൻ്റെ വാക്കല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിച്ചു കൊടുത്തതാരാ? ജിബ്രീൽ അലൈഹിസ്സലാമയാണ്. ജിബ്രീലിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ റസൂൽ ആരാ? രണ്ട് തരത്തിലുള്ള റസൂലുണ്ട്. ഒന്ന്, മനുഷ്യന്മാരിലേക്ക് അള്ളാഹു നിയോഗിച്ച റസൂലുണ്ട്, മനുഷ്യന്മാരിലേക്ക് അള്ളാഹു നിയോഗിച്ച റസൂലുമാർ, ആദം നബി മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള അമ്പിയാക്കൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകന്മാരിലേക്ക് നിയോഗിച്ച റസൂലുകളുണ്ട്. അതാര? മലക്കുകളാണ്. വേദഗ്രന്ഥങ്ങളുമായി ഇറങ്ങി വന്ന ആൾക്കാരുണ്ട്. അള്ളാഹു ചില സമൂഹങ്ങളിലേക്കും ആ ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്, അവരെ നശിപ്പിച്ച് കളയാൻ. ലൂത്ത് നബിൻ്റെ ആളുകൾ, നമുക്കറിയാം, അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇവിടെ ഇന്നഹു ലഖൗലു റസൂലിൻ കരീം എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഇത് ഖുർആൻ മാന്യനായ ഒരു ദൂതൻ്റെ വാക്കാകുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇത് ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്നതാണ് ഖുർആൻ. ഇത് അദ്ദേഹത്തിൻ്റെ വാക്കാണ്, ഇതിൽ അർത്ഥമല്ല, അല്ലേ? ജിബ്രീലിൻ്റെ വാക്കാണ് ഖുർആൻ എന്ന് പറയുമ്പോൾ ജിബ്രീൽ ഉണ്ടാക്കിയത് അല്ല. ജിബ്രീൽ ആരാ? ജിബ്രീലിനെ കുറിച്ച് പ്രയോഗിച്ച പ്രയോഗം റസൂലാണ്. റസൂൽ എന്ന് പറഞ്ഞാൽ എന്താ? സന്ദേശവാഹകനാണ്, സന്ദേശം എത്തിക്കുന്നയാളാണ്. അപ്പൊ സന്ദേശങ്ങൾ ഒരിക്കലും ആരുടേതാകില്ല. ഞാനൊരിക്കലും എൻ്റെ സന്ദേശം എത്തിക്കാൻ വേണ്ടി ഞാനല്ല വരിക. ഞാൻ ഒരു റസൂലാണെങ്കിൽ വേറൊരാളുടെ സന്ദേശവുമായിട്ടാണ് വരിക. അപ്പൊ അള്ളാഹ് പറഞ്ഞെന്താ? ഈ വന്നയാൾ മാന്യനായ ഒരു സന്ദേശവാഹകൻ, അയാളുടെ വാക്കാണെന്ന് പറഞ്ഞാൽ അയാളോട്, അഥവാ ജിബ്രീലിന് അള്ളാഹു കൈമാറിയ സന്ദേശം അത് എത്തിച്ചു കൊടുക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിച്ചു കൊടുത്തതാണ്. അതാണ് എൻ്റെ അർത്ഥം. നമ്മളിന്ന് മനസ്സിലാക്കേണ്ട എന്താ? മാന്യനായ ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിൽ നിന്ന് ലഭിച്ച സന്ദേശം എന്ത് ചെയ്തു? മുഹമ്മദ് നബിക്ക് എത്തിച്ചു കൊടുത്തു. അതാണ് ഈ ആളുകളോട്, നിഷേധിക്കുന്ന ആൾക്കാരോട് പറയുന്നത്, ഇത് മുഹമ്മദ് നബി ഉണ്ടാക്കിയതല്ല, ഇത് ജിബ്രീൽ ഉണ്ടാക്കിയതല്ല, മറിച്ച് ആരാ? അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മാന്യനായ ഒരു ദൂതൻ വഴി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തിച്ചു കൊടുത്തതാണ്, അല്ലേ? എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വിശേഷണം പറയാ, ജിബ്രീലിൻ്റെ വിശേഷം. ജിബ്രീൽ ആരാണ്? ശക്തിയുള്ളവനാണ്, ഖുവത്തുള്ളയാളാണ്. മലക്കൾ ഖുവത്തുള്ള ആൾക്കാരാണ്, കഴിവുള്ള ആൾക്കാരാണ്. അള്ളാഹു അവർക്ക് പല കഴിവുകളും നൽകിയിട്ടുണ്ട്, അല്ലേ? അവർക്ക് വേഷം മാറാൻ കഴിവുണ്ട്, അവർക്ക് ചിറകുകളുണ്ട്, പല കഴിവുകൾ അവർക്കുണ്ട്. മലക്കളിൽ നേതാവാണ് ആര്? ജിബ്രീൽ അലൈഹിസ്സലാം.
മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ജിബ്രീൽ പല കഴിവുകളുണ്ട്, അള്ളാഹു കൊടുത്ത പല കഴിവുകളുണ്ട്. അർഷാദ് അള്ളാൻ്റെതാണ്. ആ അർഷിൻ്റെ ഉടമസ്ഥൻ്റെ അടുക്കൽ സ്ഥാനമുള്ള, മക്കീ എന്ന് പറഞ്ഞാൽ മക്കാൻ, സ്ഥാനമുള്ളവൻ, നേതൃത്വമുള്ളവൻ. ഇപ്പം മലക്കുകളുടെ നേതാവാണ് ആര്? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. അതാണ് മുതഇൻ സമ്മ അമീൻ, അവിടെ അനുസരിക്കപ്പെടുന്നവൻ, വിശ്വസ്തൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ ആളുകൾക്കൊക്കെ വിശ്വസ്തനായിരുന്നു അല്ലേ? എല്ലാവരും അംഗീകരിക്കപ്പെട്ട ആളാണ് മുസ്ലിങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്ന ആളാരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു. അതേപോലെ മലക്കുകളുടെ ഇടയിൽ ഏറ്റവും സ്ഥാനമുള്ള, ആദരവുള്ള മലക്കാണ് ആര്? ജിബ്രീൽ അലൈഹിസ്സലാം. മനസ്സിലായില്ലേ? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 3 ആയത്തുകളിലൂടെ വിശുദ്ധ ഖുർആനിൻ്റെ സത്യത സ്ഥാപിക്കുകയാണ്. ഈ സത്യങ്ങൾ മുഖേന പടച്ചോൻ പറയണ കാര്യം എന്താ? അള്ളാഹുവിങ്കൽ നിന്ന് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വന്നു കിട്ടിയത് ജിബ്രീൽ മുഖേനയാണ്. ഇതാണ് ഒന്നാമത് അള്ളാഹു പറയുന്നത്. അദ്ദേഹം മാന്യനായ ഒരു ദൈവദൂതനാണ്. ആര്? ജിബ്രീൽ അലൈഹിസ്സലാം. വളരെ ശക്തിമാനും സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ സിംഹാസനം അല്ലേ, സിംഹാസനത്തിൻ്റെ ഉടമയായ, സിംഹാസനത്തിൻ്റെ അധിപനായ ആ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉയർന്ന സ്ഥാനമുള്ളവനാണ് ആര്? മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. അതേപോലെ തന്നെ മലക്കുകളുടെ ആവാസ കേന്ദ്രമായ മലഉൽ അഅലയിൽ, മലക്കുകളുടെ ആവാസ കേന്ദ്രം ആകാശ ഉപരിലോകത്താണ്. അവിടെ മലക്കുകൾ എല്ലാവരും അനുസരിക്കുന്നു ആരെ? ജിബ്രീൽ അലൈഹിസ്സലാമിനെ. അങ്ങനെയുള്ള സ്ഥാനം ആർക്കുണ്ട്? മഹാനായ ജിബ്രീലിനുണ്ട്. ഇത്രമാത്രം സ്ഥാനമുള്ള, മഹത്വമുള്ള, വിശ്വസ്തതയുള്ള, യോഗ്യനായ ഒരു മലക്കാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തത്. ഇതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ആ ഖുർആനിൻ്റെ വചനങ്ങൾ അത് നമ്മൾ സ്വീകരിക്കണം, അത് നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. അതാണ് ഈ ആയത്ത് കൊണ്ട് നമ്മൾ പഠിക്കേണ്ടത്. ഇനി അടുത്ത ആയത്തുകളിൽ ഇപ്പം മക്കയിൽ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തില്ല? സ്വീകരിച്ചിട്ടില്ല. അവർ നിരാകരിച്ച ആൾക്കാരാണ്. അപ്പോൾ അള്ളാഹു അടുത്ത ആയത്ത് ഇൻഷാ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മളിത് പറയും. ഇപ്പം നമ്മൾ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടതാ, അവർ ഖുർആനെ നിഷേധിച്ച ആൾക്കാരാണ് അല്ലേ, പരലോകം നിഷേധിച്ച ആൾക്കാരാണ്, സ്വർഗം നരകം ഇല്ല എന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരോട് പറയും ഇതൊക്കെ ഉണ്ട്, ഖുർആനുണ്ട്, പരലോകം സംഭവിക്കും, ലോകം അവസാനിക്കും. എന്നിട്ട് അള്ളാഹു പറഞ്ഞെന്താ? നിങ്ങൾ നിഷേധിക്കുന്ന ഈ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ മാന്യനായ ഒരു മലക്കാണ് എന്ത് ചെയ്ത് നിങ്ങൾക്ക് എത്തിച്ചേരുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തിച്ചത് മാന്യനായൊരു മലക്കാണ്. ആ മലക്കാര അദ്ദേഹത്തിന് ഇന്ന വിശേഷണങ്ങളുണ്ട്. അത് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാനായ മലക്കിൽ നിന്ന്, മഹാനായ അള്ളാഹുവിൻ്റെ ദൂതനിൽ നിന്ന് അത് ഏറ്റുവാങ്ങി സമുദായത്തെ ഓതിക്കേൾപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് അടുത്ത ആയത്തുകളിലൂടെ അള്ളാഹു പറയുന്നത്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. ആ ഒരു ക്ലാസ് കൂടെ എടുത്ത് ഈ സൂറത്തും ഇൻഷാ അല്ലാഹ് നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഈ സൂറത്തിൻ്റെ ആശയങ്ങൾ നമ്മൾ പഠിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ തിങ്കളാഴ്ചയിലെ തഫ്സീർ ക്ലാസ് ചില പ്രയാസങ്ങൾ ഉണ്ടായതുകൊണ്ട്, പ്രയാസങ്ങൾ എന്ന് പറയുമ്പോൾ ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം എൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ സമയത്ത് എല്ലാ തിങ്കളാഴ്ചകളിലും ക്ലാസ് ഈ സമയത്ത് വൈകുന്നേര സമയത്ത് എടുക്കുക പ്രയാസമാണ്. മറ്റൊരു ദിവസം സ്ഥിരമായി ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ട, ഒരു യോഗത്തിൽ പങ്കെടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ ഷെഡ്യൂൾ ഒന്ന് റീഷെഡ്യൂൾ ചെയ്യൽ അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഈ ക്ലാസ് പല ആളുകൾക്കും പ്രയാസമുണ്ടെന്നറിയാം. പക്ഷേ എനിക്കിതല്ലാത്ത ഈ സമയത്ത് ഒരിക്കലും ഇനി ഇവിടെ ഇരിക്കാൻ, അഥവാ ഇങ്ങനൊരു ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പകലിലേക്ക്, തിങ്കളാഴ്ച ദിവസം പകലിലേക്ക് നമ്മൾ ക്ലാസ് മാറ്റുകയാണ്. അപ്പോൾ ഞാനതിൽ സർവേ നടത്തി, നമ്മുടെ ഗ്രൂപ്പിൽ സർവേ നടത്തി. ആ സർവേയിൽ കുറേ ആളുകൾ പറഞ്ഞ സമയം 2-2:30 മണിയാണ്. 2 ആണോ 2:30 നോക്കാം. എന്തായാലും ഉച്ചയ്ക്ക് ശേഷമുള്ള സമയമാണ് ധാരാളം ആളുകൾ പറഞ്ഞത്. വേറെയും ആളുകൾ 10 മണി പറഞ്ഞ ആളുകളുണ്ട്, അതേപോലെ തന്നെ സുബഹിയുടെ ശേഷം പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞ സമയം എന്ന നിലയിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ 2 മണിക്ക്, ഉച്ചയ്ക്ക് 2 മണിക്കാണ് നമ്മൾ ക്ലാസ് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ആലോചിച്ചിട്ട് വേണമെങ്കിൽ 10 മണിക്ക് ആക്കാൻ നമുക്ക് പ്രശ്നമല്ല. 10 മണിയാകുമ്പോൾ നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞെന്ന് ഒഴിഞ്ഞിരിക്കുന്ന സമയമാണ്. ഉച്ചയാകുമ്പോൾ ഒരു പ്രശ്നം, ഉച്ചയ്ക്ക് പല ആൾക്കാരും ഉറങ്ങുന്ന, വിശ്രമിക്കുന്നൊരു സമയമാണ്.
എന്നൊരു പ്രശ്നമുണ്ട്. എന്തായാലും നമുക്കൊരു ക്ലാസ് എടുത്ത് നോക്കാം 2 മണിക്ക്. അപ്പോഴാണോ അത് 10 മണിക്കാണോ ആളുകൾക്ക് കൂടുതൽ പങ്കെടുക്കാൻ പറ്റുക, അതിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്തിയിട്ട് മുന്നോട്ട് പോകാം. ഇനി നേരിട്ട് ആ സമയങ്ങളിൽ ക്ലാസ് കേൾക്കാൻ പറ്റാത്ത ആൾക്കാർ നിരാശപ്പെടേണ്ടതില്ല. നമ്മൾ ഒരു ക്ലാസ് കഴിഞ്ഞാൽ വളരെ വൈകാതെ തന്നെ ആ ക്ലാസ്സിൻ്റെ ഓഡിയോ അതേപോലെ തന്നെ വീഡിയോ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് കേൾക്കാൻ പറ്റും. ലൈവായിട്ട് കേട്ടിട്ടില്ല എങ്കിലും കേൾക്കാനുള്ള അവസരങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ദീന് പഠിക്കാനും മനസ്സിലാക്കാനും പറയാനും ഒക്കെ ലഭിക്കുന്ന ഈ സന്ദർഭത്തെ നമ്മളെല്ലാവരും നിലനിർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ കുറേ കാലമായി അള്ളാഹുവിൻ്റെ തൗഫീക്കിനാൽ ഒരുപാട് വർഷങ്ങളായി നമ്മൾ ഈ ഒരു സംവിധാനം കൊണ്ട് നടക്കുകയാണ്. നമ്മുടെ അക്കാദമി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നിലനിൽക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. സൗദി അറേബ്യയിലുള്ള സമയത്ത് അവിടുത്തെ എല്ലാ സൗകര്യങ്ങളും അവിടെ ഉള്ളതിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ അൽഹംദുലില്ലാഹ് ഞാൻ എൻ്റെ വീട്ടിൽ ഒരുക്കിയിട്ടാണ് ഇത്തരം ഒരു പ്രോഗ്രാം നമ്മൾ ഭംഗിയായിട്ട് ഇപ്പോൾ നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ഇത് കേൾക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഇത് കാണാൻ പറ്റുന്നുണ്ട്. അതിനൊക്കെ നല്ലൊരു സൗകര്യം, ഒരു സംവിധാനം നമ്മുടെ വീട്ടിൽ തന്നെ ഒരുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിലനിൽക്കണം. അതിന് നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാക്കണം. നമ്മളെല്ലാവരും പഠിക്കാൻ സന്നദ്ധരാകണം. ഓരോ ദിവസവും പുതിയ പഠിതാക്കളെ നമ്മൾ തേടിക്കൊണ്ടിരിക്കണം. അതിലൂടെയൊക്കെ നമുക്കെല്ലാവർക്കും പ്രതിഫലം ലഭിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്കറിയാം, നമ്മൾ ഫീസോ ഒന്നും വാങ്ങിയിട്ടല്ല നമ്മൾ ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിന് സാമ്പത്തികമായ ചിലവുകളുണ്ട്. അതൊക്കെ അൽഹംദുലില്ലാഹ് നമ്മുടെ ചില സുഹൃത്തുക്കൾ വളരെ ഭംഗിയായി അവർ കൈകാര്യം ചെയ്യുക. അല്ലാഹു അവർക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. എന്തായാലും കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഈ സംവിധാനത്തെ ഏറ്റവും നല്ല രീതിയിൽ നമ്മളെല്ലാവരും ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീന് പഠിക്കുന്ന, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന, മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണ്, അല്ലാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഅ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.